ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് പോകാൻ പോകുന്നത് ബെഹറിലെ ഹെറിറ്റേജ് വില്ലേജിലേക്കാണ്. മനോഹരവും കൗതുകവും ഉണർത്തുന്ന കാഴ്ചകളാണ് ഈ ഹെറിറ്റേജ് വില്ലേജിലുള്ളത്. ഹെറിറ്റേജ് വില്ലേജിലെ മനോഹര കാഴ്ചകൾ ഓരോന്നായി നിങ്ങളെ കാണിക്കാം. ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. മനു വ്ലോഗ് 82 പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഇന്ന് ഞങ്ങൾ പോകുന്നത് ബെഹറിലെ ഹെറിറ്റേജ് വില്ലേജിലേക്കാണ്. ഈ ഹെറിറ്റേജ് വില്ലേജ് സ്ഥിതി ചെയ്യുന്നത് ബെഹറിലെ അസ്കർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അപ്പോൾ ഞങ്ങൾ ഈ അസ്കറിൽ ബിനു കുണ്ട്രയുടെ വീട്ടിലൊക്കെ ഒരുപാട് തവണ പോയ സമയത്ത് ഈ ഹെറിറ്റേജ് വില്ലേജിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് പലപ്പോഴും യാത്ര ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ഈ ഒരു ഇതിൻ്റെ ലൈറ്റിനിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ഇതുവരെ അവിടെ കയറിയിട്ടില്ല. ഈ അടുത്ത സമയത്താണ് ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ ഒരുപാട് ആൾക്കാർ അവിടെ പോയ വീഡിയോസൊക്കെ ഇടുന്നതായി കാണുവാൻ കഴിഞ്ഞത്. അപ്പോൾ നല്ല രസമുള്ള കാഴ്ചകളാണ്. അപ്പം എന്തായാലും ഞങ്ങളും ഒന്ന് പോകാൻ തീരുമാനിച്ചു. ഞങ്ങളോടൊപ്പം രാജുണ്ട്, ബിസ്മിയുണ്ട്. അപ്പോൾ കുട്ടികളില്ല, അവർക്കിന്ന് ഫുട്ബോൾ കളി ഉണ്ടായതുകൊണ്ട് അവരിന്നിപ്പം സേറോ അക്കാഡമിയിലെ ട്രെയിനിങ്ങിന് പോയിരിക്കുകയാണ്. അപ്പം ഞാനും സീനയും രാജും ബിസ്മിയായിട്ടാണ് ഇപ്പോൾ പോകുന്നത്. ഉമ്മലസത്ത് നേരെ സിത്ര വഴി അസ്കറിലുള്ള ഈ ഹെറിറ്റേജ് വില്ലേജിലേക്കാണ് പോകുന്നത്. അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും നമുക്ക് ഹെറിറ്റേജ് വില്ലേജിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. ഞങ്ങൾ ഉമ്മലസത്ത് നിന്ന് സിത്ര വഴിയാണ് നേരെ അസ്കറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ വലതുഭാഗത്ത് കാണുന്നതാണ് ബഹ്റൈൻ അപ്ലൈഡ് യൂണിവേഴ്സിറ്റി. ഇത് സ്ഥിതി ചെയ്യുന്നത് സിത്രയിലുള്ള എക്കർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഒരുപാട് തവണ രാത്രികാലങ്ങളിലൊക്കെ ഇതുവഴി സഞ്ചരിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും മനോഹരമായിട്ടൊരു ബഹ്റൈൻ അപ്ലൈഡ് യൂണിവേഴ്സിറ്റി കാണുന്നത് ആദ്യമായിട്ടാണ്. വളരെ മനോഹരമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അത്രയും ലൈറ്റിനിങ്ങോട് കൂടിയുള്ളൊരു ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ ബഹ്റൈൻ യൂണിവേഴ്സിറ്റി കാണുന്നത്. അതുപോലെ തന്നെ ഒരു ബിൽഡിംഗ് മിനാ സൽമാനിലുണ്ട്, ബഹ്റൈൻ ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റിയുടെ ബിൽഡിംഗ്. അതും രാത്രി കാലങ്ങളിലൊക്കെ അതിൻ്റെ ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ട് നമുക്കത് കാണുവാൻ സാധിക്കും. എന്തായാലും ഈ ഒരു രണ്ട് ബിൽഡിങ്ങാണ് എൻ്റെ ഒരു ശ്രദ്ധയിൽ ഇത്രയും മനോഹരമായിട്ട് ബഹറിൽ കാണുവാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ സിത്ര ബ്രിഡ്ജിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത്. സിത്ര ബ്രിഡ്ജിൽ കയറുമ്പോൾ തന്നെ നമുക്ക് കാണുവാൻ കഴിയും നമ്മുടെ വലതുഭാഗത്ത് ഒരുപാട് എണ്ണക്കിണറുകൾ പ്രവർത്തിക്കുന്നത്, 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന എണ്ണക്കിണറുകൾ നമുക്ക് കാണുവാൻ കഴിയും. ഈ അസ്കർ ഏരിയയിൽ ഒരുപാട് സ്ഥലത്ത് എണ്ണക്കിണറുകളുടെ ഒരുപാട് ശേഖരം തന്നെ ഉണ്ട്. എന്തായാലും നമുക്ക് ഇതുവരെ എണ്ണക്കിണറുകളുടെ ഒരു വീഡിയോ എടുക്കാൻ സാധിച്ചിട്ടില്ല. തീർച്ചയായിട്ടും അടുത്തൊരു ഹോളിഡേ വരുവാണെങ്കിൽ പിന്നെ അവിടെ കയറുവാൻ പെർമിഷൻ കിട്ടുവാണെങ്കിൽ നമുക്ക് എണ്ണക്കിണറുകളുടെ ഒരു വീഡിയോ തന്നെ എടുക്കാം. അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഇപ്പോൾ എന്തായാലും നമുക്ക് അസ്കറിലുള്ള ബഹ്റൈൻ ഹെറിറ്റേജ് വില്ലേജിൻ്റെ ദൃശ്യങ്ങൾ പകർത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് തവണ അസ്കറിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഈ ഹെറിറ്റേജ് വില്ലേജ് കയറുവാൻ നമുക്ക് സാധിച്ചിട്ടില്ല. ഇപ്പോൾ എന്തായാലും നമ്മൾ ഹെറിറ്റേജ് വില്ലേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 2-3 കിലോമീറ്റർ കഴിയുമ്പോൾ നമ്മൾ ഹെറിറ്റേജ് വില്ലേജിലെത്തും. അവിടെ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാം. തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. നമ്മളിപ്പോൾ ഉള്ളത് അസ്കറിലുള്ള ഹെറിറ്റേജ് വില്ലേജിലാണ്. സമയം ഏകദേശം 6:15. നല്ല ഇരുട്ടാണ്. പറയത്തക്ക തണുപ്പോ കാര്യങ്ങളൊന്നുമില്ല. ഒരുപാട് ആൾക്കാരാണ് ഈ ഹെറിറ്റേജ് വില്ലേജിൻ്റെ കാഴ്ചകൾ കാണാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. മനോഹരമായ ഒരു വില്ലേജാണ്. അപ്പോൾ ഒരുപാട് കാഴ്ചകൾ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഈ 2 ദിവസം കൂടെ ഉള്ളൂ ഇവിടുത്തെ ഒരു എക്സിബിഷൻ. 2 ദിവസം കഴിഞ്ഞാൽ ഇത് പിന്നെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ ആ ഹെറിറ്റേജ് വില്ലേജിൻ്റെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ആ കാഴ്ചകളിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം.
ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഹെറിറ്റേജ് വില്ലേജിൻ്റെ കാഴ്ചകൾ കാണുവാൻ വേണ്ടി ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടെ ഒരു ടിക്കറ്റ് കൗണ്ടറുണ്ട്. ആ കൗണ്ടറിൽ നിന്ന് ടിക്കറ്റൊക്കെ എടുത്തിട്ട് വേണം നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കേണ്ടത്. ഞങ്ങൾ പോകുന്ന സമയത്താണ് ഈ മനോഹരമായ സൃഷ്ടി ഞങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടത്. മനോഹരമായ ഒരു നിർമ്മിതി തന്നെയാണ്. ഈ മൺകട്ട കൊണ്ടും കുമ്മായപ്പൊടി കൊണ്ടും ചെളി കൊണ്ടൊക്കെ നിർമ്മിച്ച ഒരു മതിൽ കണക്ക് ഉള്ളൊരു സൃഷ്ടിയാണ്. വളരെ ലളിതമായി നിർമ്മിച്ച അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് നിർമ്മിച്ച ഒരു സൃഷ്ടി തന്നെയാണ്. ഇതിനെ കണ്ടിന്യൂസ് ആയിട്ട് വേറെ ബിൽഡിങ്ങുകളോ കാര്യങ്ങളൊന്നുമില്ല. ഒരു മതിലാണ്. മതിലിനോട് ഒത്ത നടുവിലായിട്ടൊരു വാതിലുണ്ട്. വാതിൽ കടന്ന് നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിച്ച ഒരു ഓപ്പൺ മൈതാനമാണ്. ആ മൈതാനത്തിൽ കൂടെ നമുക്ക് നമ്മളെ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് എത്താൻ സാധിക്കും. ഇത് ജസ്റ്റ് ഒരു നിർമ്മിതി മാത്രമാണ്. ഇത് നമുക്ക് കാണുമ്പോഴത്തേക്ക് നമ്മളെ റിഫ പോർട്ട് രാത്രി എങ്ങനെയാണോ കാണുന്നത് അതേ ഒരു ഫീലിങ്സ് ആണ് നമുക്ക് വരുന്നത്. എന്തായാലും നമ്മൾ അതൊക്കെ കണ്ടു. അതിൻ്റെയൊക്കെ ദൃശ്യങ്ങളൊക്കെ ഒപ്പിയെടുത്തതിന് ശേഷം നേരെ ഈ ഹെറിറ്റേജ് വില്ലേജിൻ്റെ ടിക്കറ്റ് കൊടുക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ കാഴ്ചകൾ കാണുവാനുള്ള ടിക്കറ്റ് കൊടുക്കുന്ന കൗണ്ടറിലേക്ക് എത്തി. അപ്പോൾ ഒരാൾക്ക് ഒരു ദിനാർ 170 ഫിൽസ്, അതായത് 1 ദിനാർ 170 ഫിൽസാണ് ഒരാൾക്ക്. വാറ്റ് ഉൾപ്പെടെയുള്ള ടിക്കറ്റ് നിരക്ക്. ബെനിഫിറ്റോ അല്ലെങ്കിൽ ലിക്വിഡ് ക്യാഷ് ആട്ടോ ഒന്നും അവർ മേടിക്കുകയില്ല. കാർഡ് സിസ്റ്റം മാത്രമേ ഉള്ളൂ. 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റൊന്നും എടുക്കേണ്ട. 5 വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികൾക്കെല്ലാം ഫുൾ ടിക്കറ്റാണ്. ഞങ്ങളങ്ങനെ 4 ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ നീ ഉള്ളിൽ പ്രവേശിച്ചതിന് ശേഷം ഹെറിറ്റേജ് വില്ലേജിൻ്റെ മനോഹരമായ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാം. നമ്മളിപ്പോൾ ഹെറിറ്റേജ് വില്ലേജിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമ്മുടെ ഇവിടുത്തെ ബഹ്റിനിലെ ട്രഡീഷണൽ ഡ്രസ്സിൽ ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. ഒരു സൈക്കിളുമായിട്ടുള്ളൊരു ബഹ്റിനെ നമുക്ക് കാണാം. അദ്ദേഹമാണ് നമ്മളെ വെൽക്കം ചെയ്യുന്നത്. അപ്പം പുരാതനമായ ബിൽഡിങ്ങുകളെ ഒരു രൂപഭംഗിയോടെയാണ് ഇതൊക്കെ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. പിന്നെ ഈ വരുന്നവരെ പോകുന്നവരൊക്കെ ഈ ഒരു വീഡിയോയിൽ പകർത്തുന്നുണ്ട്. അതുപോലെ തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള പെർഫ്യൂം കട. നിങ്ങൾ ഈ കടയുടെ ഷേപ്പും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ റൂഫൊക്കെ നമ്മളെ ഈന്തപ്പനയുടെ ഓല വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ഊതും പെർഫ്യൂമും അങ്ങനെയൊക്കെയുള്ള വിൽക്കുന്ന ഷോപ്പുകളാണ്. ഇത് സെയിലാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ആ ഒരു ഇവിടുത്തെ പണ്ട് കാലത്തുള്ള കച്ചവടങ്ങളൊക്കെ ഒന്നും കൂടെ ഒന്ന് റീക്രിയേറ്റ് ചെയ്ത് കാണിക്കുന്ന രീതിയിലുള്ള ഷോപ്പുകളൊക്കെയാണ് ഉള്ളത്. ഇത് സ്വീറ്റ്സിൻ്റെ ഒരു ഷോപ്പാണ്. വളരെ വിശാലമായ ഒരു ഏരിയയിലാണ് ഈ ഹെറിറ്റേജ് വില്ലേജ് ഒരുക്കിയിരിക്കുന്നത്. ഒരുപാട് ആൾക്കാരാണ്, സ്വദേശികളും വിദേശികളും അടക്കം ഒരുപാട് ആൾക്കാരാണ് ഈ ഹെറിറ്റേജ് വില്ലേജിൻ്റെ കാഴ്ചകൾ കാണുവാൻ വേണ്ടിയിട്ട് ദിവനം പ്രതി ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഏകദേശം 1-2 ദിവസങ്ങൾ കഴിയുമ്പോൾ ഇതിൻ്റെ എക്സിബിഷൻ അവസാനിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വലിയൊരു ഏരിയയിലാണ് ബഹ്റിൻ്റെ ചരിത്രം വിളിച്ചോതുന്ന ഒരുപാട് കാഴ്ചകളാണ് ഈ ഹെറിറ്റേജ് വില്ലേജിൻ്റെ പല ഭാഗത്തായിട്ട് പല കോണുകളിലായിട്ട് ഒരുക്കിയിരിക്കുന്നത്. വളരെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള പല സംഭവങ്ങളും നമുക്കിവിടെ കാണുവാൻ കഴിയും. ഞങ്ങളവിടെ ചെല്ലുന്ന സമയത്ത് ഓരോ ആൾക്കാർ ഈ മുത്തുച്ചിപ്പികൾ ഓപ്പൺ ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു കാര്യം കാണുവാൻ കഴിഞ്ഞു. ആ പുരാതനമായ ബഹ്റിൻ്റെ ചരിത്രം നോക്കുവാണെങ്കിൽ മുത്തുച്ചിപ്പികൾ ഒരുപാട് ശേഖരിച്ച് അത് വിറ്റ് അതിൽ നിന്നുള്ള വരുമാനം സമ്പാദിക്കുന്ന ഒരുപാട്
കഥകൾ നമുക്ക് ബെഹറിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ വളരെ ചരിത്രമോതുന്ന അല്ലെങ്കിൽ ചരിത്രത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഒരുപാട് ഫോട്ടോ ഗ്യാലറികൾ നമുക്കവിടെ കാണുവാൻ കഴിഞ്ഞു. ഇവിടുത്തെ ഭരണാധികാരികളും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടതും ബെഹറിൻ്റെ ചരിത്രവും ബെഹറിൻ്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാഴ്ചകൾ ഈ ഫോട്ടോ ഗാലറീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം അറബിയിലാണ് എഴുതി വച്ചിരിക്കുന്നത്. അതിൻ്റെ ക്യാപ്ഷൻ എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. എന്തായാലും ഒരുപാട് ആൾക്കാരാണ് ഈ ഫോട്ടോ ഗാലറി കാണുവാൻ വേണ്ടിയിട്ട് ഇതിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത്. ഈ ഫോട്ടോ പ്രദർശനം നടത്തുന്ന ആ ഒരു ഗാലറിയിലേക്ക് അല്ലെങ്കിൽ ആ ഹാളിലേക്ക് ഒരുപാട് സ്വദേശികളാണ് ഈ ഫോട്ടോ പ്രദർശനം കാണുവാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. നല്ല ക്രൗഡാണ് അവിടെ. കാരണം എന്ന് വെച്ചാൽ ബെഹറിൻ്റെ ചരിത്രം തന്നെ വിളിച്ചോതുന്ന ഒരുപാട് ഫോട്ടോസ് അവിടെ ഉണ്ട്. അതിനൊക്കെ ഓരോ ക്യാപ്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബെഹറിൻ്റെ ഹിസ്റ്ററി അറിയാവുന്നവർക്ക് ആ ഫോട്ടോയുമായി കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് അവർക്കത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് അതൊരു ഫോട്ടോ ഗാലറി അല്ലെങ്കിൽ ഒരു പ്രദർശന സ്ഥലം മാത്രമാണ്. പക്ഷേ ഒരുപാട് ചരിത്രങ്ങൾ വിളിച്ചോതുന്ന ഫോട്ടോസാണ് അവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ഇവിടുത്തെ ഭരണാധികാരികളെക്കുറിച്ചും ഇവിടുത്തെ ചരിത്രത്തെക്കുറിച്ചും ഒക്കെ വർണ്ണിക്കുന്ന ഒരേ ഫോട്ടോസ് നമുക്കവിടെ കാണുവാൻ കഴിയും. അതൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അവിടെ ബെഹറിൻ്റെ മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്ന വലിയൊരു ഷോപ്പ് നമുക്ക് കാണുവാൻ കഴിഞ്ഞു. അവിടെ ലൈവായിട്ട് ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കരകൗശലമായിട്ടുള്ള മൺപാത്രങ്ങളും അതുപോലെ തന്നെ കരകൗശല വസ്തുക്കളൊക്കെ അവർ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ഈ മണ്ണിലാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ബെഹറിൻ്റെ ചരിത്രത്തിൽ തന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്ന വലിയൊരു വിഭാഗം ആൾക്കാർ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മത്സ്യബന്ധനം നടത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അതുപോലെ തന്നെ നെയ്ത്ത് നടത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ ബെഹറിൻ്റെ ചരിത്രങ്ങളിൽ പുരാതനമായ ബെഹറിനെ എങ്ങനെയാണോ ബെഹറിൻ്റെ ഹിസ്റ്ററിയും അവരുടെ ട്രഡീഷണലായിട്ടുള്ള ആഹാരങ്ങളും അവരുടെ ട്രഡീഷണലായിട്ടുള്ള ജോലികളും അങ്ങനെയുള്ള പല സംഭവങ്ങളും വിളിച്ചോതുന്ന അല്ലെങ്കിൽ അതൊക്കെ റീക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് കാഴ്ചകളാണ് ഈ ഹെറിറ്റേജ് വില്ലേജിൽ ഒരുക്കിയിരിക്കുന്നത്. വളരെ മനോഹരമായ ബെഹ്റിൻ്റെ പുരാതനമായ വീടുകളും അതിൻ്റെ അകത്ത സംവിധാനങ്ങളും മജ്‌ലിസും അവരുപയോഗിച്ചിരുന്ന മൺപാത്രങ്ങളും അല്ലെങ്കിൽ അവരുടെ മത്സ്യബന്ധന രീതികളും അവരുടെ നെയ്ത്ത് രീതികളും അവരുടെ വസ്ത്രധാരണങ്ങളും അവർ കഴിക്കുന്ന ഭക്ഷണ രീതികളും അല്ലെങ്കിൽ അവർ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളൊക്കെ നമുക്ക് ഈ ഹെറിറ്റേജ് വില്ലേജിൻ്റെ ഓരോ മുക്കിലും മൂലയിലും ഒക്കെ പോകുന്ന സമയത്ത് ഓരോ ഷോപ്പുകളും വീടുകളും ഒക്കെ ആയിട്ട് നമുക്ക് അവരത് കാണിച്ചു തരുന്നുണ്ട്. ബെഹറിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു ഹെറിറ്റേജ് എക്സിബിഷൻ തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ബെഹറിൻ്റെ ചരിത്രം അറിയാവുന്നവർക്കൊക്കെ ഈ ഒരു ഹെറിറ്റേജ് വില്ലേജിൽ പോകുമ്പോഴത്തേക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അവരുപയോഗിച്ചിരുന്ന വീടുകളും അവരുടെ ആ വീടുകളുടെ നിർമ്മിതി എങ്ങനെയാണ് അല്ലെങ്കിൽ ആ നിർമ്മാണ രീതി എങ്ങനെയാണെന്നൊക്കെ നമുക്കതവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ആ റാന്തലുകളും പിന്നെ മൺപാത്രങ്ങളും വലിയ പാത്രങ്ങളൊക്കെ നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഒരു അടിപൊളി സംഭവം തന്നെയാണ്. പണ്ട് കാലങ്ങളിലൊക്കെ സാധനങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് അവർ കഴുതക്കുട്ടികളെയും കുതിരക്കട്ടികളെയും ഉപയോഗിച്ചുള്ള വണ്ടികളാണ് ഉപയോഗിച്ചത്. അതിൻ്റെ ഒരു ആവിഷ്കരണമാണ് ഇപ്പം നമ്മളെ മുന്നിലൂടെ നടന്നു പോകുന്നത്. ആ ഒരു മനുഷ്യൻ അവരുടെ പുരാതനമായ വസ്ത്രധാരണത്തോടു കൂടി ആ ഒരു കുതിരക്കുട്ടിയുടെ പുറത്ത് ഒരു വണ്ടി വെച്ച് കെട്ടിക്കൊണ്ട് ഈ ഒരു ഹെറിറ്റേജ് വില്ലേജിൻ്റെ പല ഭാഗത്തൂടെയും കാണികളെ അല്ലെങ്കിൽ അവിടെ സന്ദർശിക്കാൻ വരുന്നവരെ കാണിക്കുന്നതിന് വേണ്ടി നടക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും വളരെ പച്ചയായ ഒരു ആവിഷ്കരണമാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ബെഹറിൻ്റെ ചരിത്രം തന്നെയാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഷോപ്പിൽ ബെഹറിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സുകളും അവർ ഉപയോഗിക്കുന്ന ആഭരണങ്ങളൊക്കെ നമുക്ക് കാണുവാൻ കഴിയും.
ഹെറിറ്റേജ് വില്ലേജിലെ കാഴ്ചകളൊക്കെ കണ്ട് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോഴാണ് യാദൃച്ഛികമായി ഈ ദൃശ്യം കാണുവാനിടയായത്. ഒരുപാട് ആൾക്കാരാണ് ഈ ഒരു ദൃശ്യം പകർത്തുവാൻ അദ്ദേഹത്തിൻ്റെ മുൻപിലുണ്ടായിരുന്നു. അവരൊക്കെ പോയതിനു ശേഷം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പെർമിഷനോടുകൂടി എനിക്ക് ഈ ദൃശ്യം പകർത്തുവാനിടയായത്. ചെറിയ മൺപാത്രങ്ങളും കൂജകളും ഭരണികളും അതുപോലത്തുള്ള കരകൗശല വസ്തുക്കളൊക്കെ കളിമണ്ണിൽ ഉണ്ടാക്കുന്ന ഒരു പച്ചയായ മനുഷ്യനെ, ഒരു ബഹ്റിനിയായ മനുഷ്യനെ നമുക്കവിടെ കാണുവാൻ കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ കരകൗശല പണികളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മനോഹരമായ ഒരു ദൃശ്യം തന്നെയാണ് എനിക്ക് എടുക്കുവാൻ സാധിച്ചത്, അല്ലെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം കാണുവാൻ സാധിച്ചത്. ഈ മൺപാത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലത്ത് നിന്ന് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അവിടെ ഒരു നെയ്ത്തുശാല കാണുവാനിടയായി. ആ നെയ്ത്തുശാലയിലെ നെയ്ത്ത് ഉപകരണങ്ങൾ, നെയ്തെടുത്തിരിക്കുന്ന വസ്ത്രങ്ങളൊക്കെ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനടുത്ത് തന്നെ ഒരു ജിപ്സം വർക്ക് ചെയ്യുന്ന ഒരു ബഹറിനെ നമുക്ക് കാണുവാൻ കഴിഞ്ഞു. ഇത്തരം കാഴ്ചകളൊക്കെ ഈ വരുന്ന സന്ദർശകർക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ള സംഭവങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവർ ഒറിജിനലി നെയ്ത്തുകാരനോ അല്ലെങ്കിൽ മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരോ ഫാബ്രിക്കേറ്ററോ വെൽഡറോ ഒന്നും അല്ല. ഈ വരുന്ന സന്ദർശകർക്ക് വേണ്ടിയിട്ട് അവർക്ക് കുളിർമയേകുന്നതിന് വേണ്ടിയിട്ട്, കണ്ണിനും കാതിനൊക്കെ കുളിർമയേകുന്നതിന് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്ന പുരാതനമായ അവരെ കുലത്തൊഴിലുകൾ ഒന്നും കൂടെ റീക്രിയേറ്റ് ചെയ്ത് സന്ദർശകരെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം സംഭവങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ ഈ ഒരു ജിപ്സം വർക്ക് ചെയ്യുന്ന ആളുടെ അടുത്ത് പോയതിനു ശേഷം തൊട്ട് അടുത്തൊരു ഷോപ്പിൽ ലോഹപ്പണിക്കാരെ കണ്ടു. അതിനടുത്തൊരു ആശാരിയെ കണ്ടു. ആ ആശാരി ചെറിയ ചെറിയ ബോട്ടുകളും കപ്പലുകളും നൗകളൊക്കെ ഈ തടിയിൽ കൊത്തി ഉണ്ടാക്കുന്നതായി കാണുവാൻ കഴിഞ്ഞു. അദ്ദേഹം ഞങ്ങളുമായിട്ട് സംസാരിച്ച സമയത്ത് ഈ തേക്കൂട്ടൊക്കെ അവർ ഇന്ത്യയിൽ നിന്ന്, കേരളത്തിൽ നിന്നാണ് അവർ കൊണ്ടുവരുന്നത്. 90 ബീഡി 100 ബീഡിയൊക്കെ കൊടുത്തിട്ടാണ് ഇത്തരത്തിലുള്ള ചെറിയ തടികൾ അവർ കൊണ്ടുവരുന്നത്. ആ തടികളിൽ നിന്നാണ് ഈ ചെറിയ ബോട്ടുകളൊക്കെ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഈ ബോട്ടുകൾക്കൊക്കെ അവർ 30 ബീഡി 40 ബീഡി എന്ന നിരക്കിലാണ് ചെറിയ ബോട്ടുകൾക്കൊക്കെ അവർ ചാർജ് ചെയ്യുന്നത്. വലിയ ബോട്ടുകൾക്കൊക്കെ നിരക്ക് വ്യത്യാസമാണ്. അങ്ങനെ പലതരത്തിലുള്ള ബോട്ടുകളൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പായ്ക്കപ്പലുകളും ഡൈവിംഗ് ബോട്ടുകളും അതുപോലെ തന്നെ മീൻ പിടിക്കാൻ പോണ ഫിഷിംഗ് ബോട്ടുകളും പാസഞ്ചർ ബോട്ടുകളൊക്കെ അവർ ഈ ആശാരി പണിക്കാരൻ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും മനോഹരമായ കാഴ്ചകളാണ് സന്ദർശകർക്ക് വേണ്ടിയിട്ട് ഈ ഹെറിറ്റേജ് വില്ലേജിൽ ഒരുക്കിയിരുന്നത്. ഏകദേശം 1-2 മണിക്കൂറോളം ഞങ്ങളെടുത്തു ഹെറിറ്റേജ് വില്ലേജിൻ്റെ കാഴ്ചകൾ കണ്ട് തീരുവാൻ വേണ്ടിയിട്ട്. അത്രമാത്രം കാഴ്ചകളായിരുന്നു സന്ദർശകർക്ക് വേണ്ടിയിട്ട് അവിടെ ഒരുക്കിയിരുന്നത്. മനോഹരമായ ദൃശ്യങ്ങളായിരുന്നു ഓരോ ഭാഗത്തും നമ്മൾ ചെല്ലുമ്പോൾ കാണുവാൻ കഴിഞ്ഞത്. ബഹറിൻ്റെ ചരിത്രം വിളിച്ചോതുന്ന സംഭവങ്ങൾ, അല്ലെങ്കിൽ ബഹറിൻ്റെ ചരിത്രത്തിലേക്ക് എത്തി നോക്കുമ്പോഴത്തേക്ക് അവിടെ കാണുവാൻ കഴിയുന്ന അവരുടെ കുലത്തൊഴിലുകളും വസ്ത്രധാരണങ്ങളും ആഭരണങ്ങളും അവരുപയോഗിച്ച പാത്രങ്ങളും അവരുടെ നിർമ്മിതികളും അവരുടെ വീടുകളുടെ അറേഞ്ച്മെൻറ്റ്സും അവരുടെ മജ്‌ലിസും അവരുടെ കിണറുകളും അല്ലെങ്കിൽ നെയ്ത്തുശാലകളും ആശാരിപ്പണികളും അല്ലെങ്കിൽ മൺപാത്രങ്ങളുടെ നിർമ്മാണങ്ങളൊക്കെ നമുക്ക് ഈ ഹെറിറ്റേജ് വില്ലേജിൻ്റെ മുക്കിലും മൂലയിലൊക്കെ നമുക്ക് കാണുവാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന സമയത്ത് കുറേ കലാകാരന്മാർ അവതരിപ്പിച്ച നൃത്തച്ചുവടുകളും ഗാനങ്ങളൊക്കെ നമുക്ക് കാണുവാൻ കഴിഞ്ഞു. അതൊക്കെ അവർ അവതരിപ്പിച്ചത് മനോഹരമായ ഒരു ഡെസർട്ടിൻ്റെ പ്രതീതി ഉണർത്തുന്ന, അല്ലെങ്കിൽ ഡെസർട്ട് പോലുള്ള ഒരു സ്ഥലത്ത് അവർ ടെൻറ്റുകളൊക്കെ കെട്ടി അല്ലെങ്കിൽ മജ്‌ലിസൊക്കെ കെട്ടി അവിടെ കുതിരകളെയും ഒട്ടകങ്ങളെയൊക്കെ നിർത്തിക്കൊണ്ട് അവിടെ എല്ലാവരും മുൻപിലാണ് ഇത്തരം നൃത്തച്ചുവടുകളൊക്കെ ചെയ്തത്. അതൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് വരുന്ന സമയത്ത് മനോഹരമായൊരു പോലീസ് സ്റ്റേഷൻ കാണുവാൻ കഴിഞ്ഞു. പുരാതനമായൊരു പോലീസ് സ്റ്റേഷൻ, അതിനുള്ളിലേക്ക് പ്രവേശിക്കാനുള്ള പെർമിഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും സന്ദർശകർക്ക് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുന്ന ഒരു പോലീസ് സ്റ്റേഷനാണ്. ആ പോലീസ് സ്റ്റേഷനുള്ളിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അവർ ഉപയോഗിച്ചിരുന്ന പണ്ടത്തെ ആയുധങ്ങളും തോക്കുകളും പീരങ്കികളൊക്കെ നമുക്കവിടെ കാണുവാൻ കഴിഞ്ഞു. ആ പോലീസ് സ്റ്റേഷൻ്റെ പുറത്ത് ഒരു പാറാവുകാരനുണ്ടായിരുന്നു. ആ പാറാവുകാരനോടൊപ്പം നിന്നൊക്കെ ഫോട്ടോ എടുക്കാനുള്ള സൗകര്യങ്ങളും പെർമിഷനൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും മനോഹരമായ കുറേ കാഴ്ചകൾ, ബഹറിൻ്റെ
ചരിത്രം വിളിച്ചോതുന്ന കുറേ കാഴ്ചകൾ നമുക്ക് ഈ ഹെറിറ്റേജ് വില്ലേജിൽ കാണുവാൻ കഴിഞ്ഞു. ഇത് കണ്ടില്ലെങ്കിൽ ഭയങ്കര ഒരു നഷ്ടം തന്നെയാണ്. ബഹ്റിൻ്റെ ചരിത്രം പഠിക്കേണ്ട, നമുക്ക് ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഈ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിപ്പം വീട്ടിലേക്ക് തിരിക്കാൻ പോവുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അത്രയും ഇൻഫോർമേറ്റീവായിട്ടുള്ളൊരു വീഡിയോ ആണ്. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മനോഹരമായ ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ, ഗുഡ് നൈറ്റ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.